ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ നീച്ച് കോളേജിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് അയൺ ചെയ്യാൻ പോയതാ. പോയപ്പോഴെന്നുണ്ടെങ്കിലോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ മൂഞ്ചി പോയി. 10 മിനിറ്റോളം കാത്തുനിന്നിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുളത്തിൽ തന്നെ ഇട്ട് പോകുന്ന വിചാരിച്ചു. അങ്ങനെ ബാഗും പാക്ക് ചെയ്ത് ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിഷോട്ട് എനിക്ക് നിർബന്ധമാണ്. ബസ്സും കയറി കോളേജിൽ എത്തിയപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് അവർ കഴിഞ്ഞാൽ അവള് വരില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എന്താ LP സ്കൂളിലെ കുട്ടികൾക്ക് നേരിട്ട് കോളേജിൽ പ്രൊമോഷൻ കിട്ടി. സെക്കൻഡ് ഇയർ സാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ മുതലും പുറത്തുതന്നെ. കോളേജിൽ എത്തി ഈ മുതലുകൾ കണ്ടതിന് വല്ലാത്തൊരു പൊലിവ്. ഇന്ന് ഈ ഇരിക്കണ ഹാനയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ട് പാടലും വർത്തമാനം പറയലൊക്കെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിജ്മത്തിന്റെ മമ്മിയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന്. സോ അതിന് വേണ്ടിയുള്ള തർക്കാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണൊക്കെ. പെട്ടി തുറക്കും പോലെ പാത്രം തുറന്നത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുൾ കൈ തലമ്പായിരുന്നു ഗൈസ്. മുന്നിലൊരു പാത്രം ചോറുണ്ടെന്നുണ്ടെങ്കിലും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞ പോലെ സഹലാടെ കണ്ണും കൈയും ഫുൾ ആ ഫ്രൈഡ് റൈസിന്റെ പാത്രത്തിലായിരുന്നു കേട്ടോ. 5th ക്ലാസ്സിലാത്തോണ്ട് ബോർ അടിച്ചപ്പോൾ ഞാൻ നേരെ ലൈബ്രറി പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ബുക്ക് നോക്കണ്ടായിരുന്നു കേട്ടോ. അത് തെരഞ്ഞിട്ടാണല്ലോ കിട്ടുന്നുണ്ടായിരുന്നു. കിട്ടി കുറച്ചു നേരം ബുക്ക് വായിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി. ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് ചെയ്യാൻ പോവാ വായോ എന്ന് പറഞ്ഞിട്ട്. പ്ലാൻ ചെയ്ത സർപ്രൈസ് ഒക്കെ സത്യം പറഞ്ഞാൽ അടപടല് മൂഞ്ചിട്ടുണ്ടായി. ബൈ ദ വേ ഹന ഞങ്ങളോട് നല്ല രീതിക്ക് ആക്ട് ചെയ്ത് സഹകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കെട്ടി പോറിച്ച സ്ഥിതിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹനക്കൊരു ബർത്ത്ഡേ വിഷും കൊടുത്ത് നിങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്രയൊക്കെ ഉള്ളൂ. അപ്പോ ബൈ.